ഫുൾ ടാങ്ക് അടിച്ചോ, ഫുൾ ടാങ്ക്. ഹായ് ഫ്രണ്ട്സ്, അങ്ങനെയുണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോ എവിടെ നിൽക്കുക? നമ്മളിപ്പോ മംഗലാപുരം പമ്പിൽ നിൽക്കുവാണ് പെട്രോൾ അടിക്കാൻ വേണ്ടി. അപ്പം നമ്മള് ഇന്നലെ നമ്മുടെ വീട്ടിൽ നിന്ന് രാവിലെ ഇറങ്ങിയതാണ്. അത് കഴിഞ്ഞ് കാസർഗോഡ് വരെയുള്ള ഭാഗങ്ങള് നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കയറി കണ്ട് സപ്പോർട്ട് ചെയ്യണം, സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. അപ്പൊ അതിന്റെ ഭാഗങ്ങളാണ്. ഇപ്പൊ നമ്മള് മംഗലാപുരം പെട്രോൾ പമ്പിൽ നിൽക്കുവാണ് പെട്രോൾ അടിക്കുക. ഇതിന് ശേഷം നേരെ നമ്മുടെ കുടുകുടു വണ്ടിയായിട്ട് നമ്മള് ഗോവയിലേക്ക് പറന്ന് പോവാണ്. അപ്പൊ ഗോവയിലേക്ക് പോകുന്ന വഴിക്ക് ഒരുപാട് മനോഹരമായ കാഴ്ചകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് പറ്റുന്ന രീതിയിൽ ഈ ഒരു യാത്രയിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന ഭാഗങ്ങളെല്ലാം ഉൾക്കൊള്ളിക്കുന്നതായിരിക്കും. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടാ. എപ്പോഴും എന്തിനാണ് പറയുക, പിന്നെ എപ്പോഴും പറയാൻ തന്നെ കാരണം നമ്മൾ ഒരു ദിവസം വീഡിയോ കാണുന്നവരെല്ലായിരിക്കും പിറ്റേ ദിവസം കാണുന്നത് കേട്ടോ. അതുകൊണ്ടാണ്. ഇനി അങ്ങോട്ട് ഭയങ്കരപ്പെട്ട നല്ല മനോഹരമായ കാഴ്ചകളൊക്കെ ആയിരിക്കും കേട്ടാ. തുടങ്ങിയതേ ഉള്ളു കേട്ടാ. അപ്പൊ ഗോവയിൽ പോകാൻ ഇതുപോലുള്ള ആഗ്രഹങ്ങൾ ഉള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലുള്ള ഒരു യാത്രയൊക്കെ തെരഞ്ഞെടുക്കുക. അടിപൊളിയാണ് കേട്ടോ. ഞങ്ങള് വർഷങ്ങളായിട്ട് ഗോവയ്ക്ക് പോകുന്നത്, 10-15 വർഷമായിട്ട് പോകുന്നതാണ്. അപ്പം ഈ പ്രാവശ്യം നമ്മള് ബൈക്കിലാണ്. മുൻപ് ഒരു പ്രാവശ്യം ബൈക്കിൽ ഒറ്റയടിക്ക് ഓടിച്ചു പോയിട്ടുണ്ട്. അപ്പൊ കുഴഞ്ഞൊരു പരിവായി. ഇന്നലെ രാവിലെ ഇറങ്ങിയതാണ് കേട്ടോ, വെളുപ്പാങ്കാലത്ത്. ഇനിയിപ്പം ഇന്ന് നമ്മള് രാത്രി ഒരു ഏകദേശം 7-8 മണിക്കുള്ളിൽ ഗോവയിൽ എത്തിച്ചേരും. 483 കിലോമീറ്റർ. അങ്ങനെ നമ്മളിപ്പോ എവിടെ എത്തി തസ്മീറ? നമ്മളിപ്പോ മംഗലാപുരം ബീച്ച് വഴി ആണ് പോകുന്നത്. നമുക്ക് ബീച്ച് നല്ല രീതിയിൽ കാണാൻ പറ്റുമെങ്കിൽ നമുക്ക് അവിടെ കുറച്ച് നേരം നമുക്ക് അവിടെ ഇരിക്കാനൊക്കെ പറ്റും. ഇതിനു മുമ്പ് നമ്മൾ ഇതിൽ വന്നിട്ടുള്ളതാണ്. പബ്ലൂസ് ഓർക്കാഞ്ഞിട്ടാണ്. ഓർക്കുന്നുണ്ടോ? പക്ഷെ ഞാനത് പകലാണ് രാത്രിയായിരുന്നു. നമ്മൾ പകല് വന്ന് ഒരു 10-15 വർഷമായി. ഇപ്പൊ ഞാൻ അത്രയ്ക്ക് ഓർക്കുന്നില്ല. പക്ഷെ നല്ല രസമായിരുന്നു. ഞാൻ ഒരു പ്രാവശ്യം ഇതുവഴി ഒരു പ്രാവശ്യം പോയിട്ടുള്ളൂ. ബൈക്കിൽ പോയിട്ടുള്ളൂ. ഒരു പ്രാവശ്യം എനിക്ക് കണ്ടതായിട്ട് ഓർക്കുന്നു. എന്തായാലും തസ്മീറെങ്കിലും ആ ഓർമ്മ സൂക്ഷിക്കുന്നുണ്ടല്ലോ. ഞാൻ എന്തായാലും മറന്നുപോയി കേട്ടാ. പക്ഷെ ഇപ്പൊ നിനക്ക് പബ്ലൂസിനെ കാണാം. നല്ല രസമായിരിക്കും. ബീച്ച് ഇപ്പൊ എത്താറായിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? അടിപൊളി. ബോട്ടിങ്ങും ഒക്കെ ഉണ്ട്. നല്ല ഒരുപാട് അഡ്വഞ്ചറസ് ഉണ്ട് കേട്ടോ. നല്ല രസമല്ലേ? പബ്ലൂസിന് ഇഷ്ടപ്പെട്ടാ?
എനിക്ക് ഇഷ്ടപ്പെട്ട എന്ത് രസം എന്റെ പൊന്നോ. ചെറിയൊരു ഗോവയൊക്കെ അടുത്തുള്ള ഇത് കാരണം ചെറിയൊരു കൊച്ചു ഗോവയാണ് നമ്മള് ഈ ഗോവയിലേക്ക് പോകുന്ന വഴിക്ക് ഒരുപാട് കാഴ്ചകളും ഒരുപാട് ബീച്ചുകളും ഒക്കെ ഉണ്ടല്ലേ. എന്ത് നമുക്ക് രസമാണ്. ബൈക്കിൽ വരുന്നതായതുകൊണ്ട് നമുക്ക് എവിടെ വേണമെങ്കിലും നിർത്താം. നമുക്ക് ഇച്ചിരി സ്ഥലം മതി എവിടെ നിർത്താം, നമുക്ക് അവിടെ നിൽക്കാം. പക്ഷെ നമ്മള് ബൈക്കിലായിട്ട് നമുക്ക് ഇതൊക്കെ കണ്ട് ആസ്വദിച്ച് എൻജോയ് ചെയ്തിട്ട് പോകാൻ പറ്റും അല്ലേ. ഇപ്പൊ ബബ്ലൂസിന് ഇഷ്ടപ്പെട്ടില്ലേ? ഇത് രസം, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾ എന്തായാലും ഇതൊക്കെ ഒന്ന് വന്ന് കാണണം കേട്ടാ. ഇത് വെറുതെ പറയില്ല, നിങ്ങൾ തന്നെ കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാവില്ല ഇതെങ്ങനെ ഉണ്ടെന്ന്. സൂപ്പറാണ്. ഇത് പോകുന്ന വഴിക്ക് ഒരു സൂപ്പർ ബീച്ചാണ് അല്ലെ. അതെ അതെ അതെ. നമുക്ക് നല്ല രീതിയിൽ നമുക്ക് ഇഷ്ടപ്പെടും. അങ്ങനെ നമ്മൾ ഇവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി കേറിയതാണ് കേട്ടാ. ബ്രേക്ക്ഫാസ്റ്റ് അല്ല, എനിക്ക് ആദ്യമായിട്ട് അറിയാലോ ചായ കേട്ടാ. ബബ്ലൂസ് ഇവിടുത്തെ ബണ്ണ് കഴിക്കുവാണ്. ഒരു കാര്യം പറയൊക്കെ, ഇത് കണ്ടു കഴിഞ്ഞാൽ എന്ത് തോന്നുന്നു എനിക്ക്? പൂരിയാണെന്ന് തോന്നുവേ. ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുവാണ്. ഞാനത് പൂരിയാണെന്ന് പറഞ്ഞ് മേടിച്ചേ. അപ്പോഴാണ് അവര് പറയുന്നത് ഇത് പൂരിയല്ല, ബണ്ണാണെന്നേ. മിൽക്ക് ബൺ. ഉള്ളില് നല്ല കട്ടിയായിട്ടിരിക്കും. എന്താ നല്ല ജീരകമൊക്കെ ചേർത്തോണ്ട് മധുരവും ഉണ്ട്. ഉള്ളു കണ്ട കീറി നോക്കിട്ട് നമ്മുടെ പൂരി കീറുമ്പോ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. പക്ഷെ എന്ത് ടേസ്റ്റ് ആണെന്ന് അറിയാവാ. ബബ്ലൂസ് കീറുവാണ്. അടിപൊളി. എന്ത് ടേസ്റ്റ് ആയിരുന്നു. പക്ഷെ എന്തായാലും നമ്മള് ഇങ്ങനെ ഒരു യാത്ര ചെയ്തോണ്ട് ഇതൊക്കെ കഴിക്കാൻ പറ്റി. കുറെ അനുഭവങ്ങൾ കിട്ടിയല്ലേ. ഒരുപാട് അനുഭവങ്ങളും ഒരുപാട് ആൾക്കാരെ കാണാനും ഒരുപാട് കാഴ്ചകൾ കാണാനും അല്ലേ. നല്ല രസമായിരുന്നു. ഭൂമിയെ കുറച്ചും കൂടി അടുത്തറിയാനും ഒക്കെ പറ്റി. എന്താ എവിടെ ചെന്നാലും 5-10 ചായയെങ്കിലും കുടിക്കും. ഞാൻ അങ്ങനെയൊന്നും കുടിക്കത്തില്ല കേട്ടാ. ചായയാണ് എന്റെ വീക്ക്നെസ്. ഇതിന്റെ കൂട്ടത്തില് ഒരു കിഴങ്ങ് പോലത്തെ ഒരു കറിയുന്ന ചമ്മന്തിയും. പക്ഷെ നല്ല ടേസ്റ്റ് ആണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടു. കശ്മീരിൽ നിന്ന് കഴിക്കുവാണ്. അങ്ങനെ നമ്മൾ ഇവിടുന്ന് ഇറങ്ങി. ഇനിയിപ്പം നമ്മളിനി നമ്മുടെ ലക്ഷ്യം എങ്ങോട്ടാണ്? നമ്മളെ ലക്ഷ്യം നേരെ ഗോവയല്ലേ. അല്ല, നമ്മള് കാർവാർ അല്ലേ ഇനി അടുത്തത്. കാർവാർ കഴിഞ്ഞിട്ട് ഗോകർണ വഴി, ചിലപ്പോ നമ്മൾ ഗോകർണ കയറുന്നില്ല, ഗോകർണ വഴി നമ്മൾ നേരെ ഗോവയ്ക്കാണ് പറക്കുന്നത്. അപ്പൊ നമ്മുടെ എഫ്സിക്കുട്ടൻ എങ്ങനെയുണ്ട്? യമഹ എഫ്സി 13 വർഷമായ വണ്ടിയാണ് കേട്ടാ. ഈ കുറച്ച് ഇഞ്ചിൻ വർക്കൊക്കെ ചെയ്ത് നമ്മൾ കണ്ടീഷൻ ആക്കി എടുത്തതാണ്. ഒരു ലുക്കൊക്കെ ഒന്ന് നോക്കിയേ കണ്ടാ. വലിയ വലിയ ലക്ഷക്കണക്കിന് രൂപ വിലയുള്ള വണ്ടിയിൽ മാത്രമേ പോയാലേ നമുക്ക് ഇതുപോലെ ട്രാവൽ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നുള്ള തോന്നലുണ്ടെങ്കിൽ ഉപേക്ഷിക്കും. ഇത് കണ്ടിട്ട് തന്നെ നിങ്ങളൊന്ന് മാതൃകയാക്കുന്നതല്ലായിരിക്കും. ഇതെല്ലാവർക്കും ഒരു മാതൃക. കാരണം നമ്മുടെ ബാക്കിലെ ലഗേജ് എന്ന് മാത്രം ഉണ്ടെന്ന്. അതെ, എത്ര ലഗേജ് എന്തോരം നമ്മൾ വെച്ചിട്ടാണ് ഇത്രയും വരത്തില്ല. അതെ അതെ, കമ്പ്യൂട്ടറും തൂക്കിയിട്ടിട്ടുണ്ട്. പിന്നെ ഞാനും കൂടെ കേറി ഇരിക്കുമ്പോ എന്റെയും കൂടെ വെയിറ്റും ഒക്കെ ആയിട്ട് ഒന്ന് ഓർത്ത് നോക്കിയേ. നല്ല കംഫർട്ട് ആയിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു. ബബ്ലൂസിന് ഇഷ്ടപ്പെട്ടു. അതെ അതെ. ഞങ്ങൾ ചെയ്ത സീറ്റും ഞങ്ങൾക്ക് ആ ട്രാവലിങ്ങില് ഇതുവരെയൊക്കെ ഞങ്ങൾക്ക് ഇത്ര ഫീൽ കിട്ടിയിട്ടില്ല കേട്ടാ. ഞങ്ങൾ ഒരുപാട് സ്ഥലങ്ങളിൽ ഞങ്ങൾ ബൈക്കുമായിട്ട് ട്രാവൽ പോയിട്ടുണ്ട്. ഈ അടുത്ത് ഞങ്ങൾ ലാസ്റ്റ് പോയത് മൂന്നാർ വട്ടവളിയാണ്. ഹലോ ബ്ലൂസ്. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് വണ്ടിയൊക്കെ എടുത്തു കേട്ടാ. ഇനി കാർവാറിലെത്താൻ 200-നപ്പുറം കിലോമീറ്റർ ഉണ്ട്. ഇവിടെ വരെ ഞങ്ങൾ എന്തായാലും സുരക്ഷിതരാണ്. നല്ല ഹാപ്പി ആയിട്ട് യാത്ര ചെയ്ത് കണ്ടില്ലേ. കാർവാറിലേക്ക് എത്ര കിലോമീറ്റർ ഉണ്ടോ നിങ്ങൾ നോക്കിയേ. 200 സംതിങ് കിലോമീറ്റർ ഉണ്ട് ബബ്ലൂസ്. അപ്പൊ നമ്മൾ ഇവിടം വരെ എത്തിയ സമയം പോയത് അറിഞ്ഞില്ല അല്ലേ സ്മിറ? വളരെ ഹാപ്പി ആയിരുന്നു. കൂടുതലും ആ സീറ്റിന്റെ സുഖമാണ്. സീറ്റിന്റെ നമുക്ക് എടുത്തു പറയണം. പണി കിട്ടിയേനെ കേട്ടാ. നമുക്ക് ഈ വണ്ടിയിലിരുന്ന് യാത്ര ചെയ്യുന്നതിന്റെ ഒരു ഫീലിംഗ് കിട്ടിയിട്ടില്ല. കാരണം ഒരു ബുദ്ധിമുട്ട്, നല്ല ഫീൽ ഇല്ലാതെ ഒരു ബുദ്ധിമുട്ടില്ല. ഇത്രയും ഞങ്ങൾ യാത്ര ചെയ്തതെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതുകൂടാതെ ജാക്കറ്റ് ഇട്ട ചൂടും അറിയത്തില്ല, തണുപ്പും അറിയത്തില്ല. അത് മാത്രമല്ല ഒരു കാര്യം അംഗീകരിച്ചു കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ല. യമഹക്കാര്, അതായത് ഹാരക്സ് 100 എന്നും പറഞ്ഞൊരു വണ്ടി ഇറക്കിയതിന് ശേഷം രണ്ടാമതൊരു വണ്ടി ഉണ്ടെങ്കിൽ യമഹ എഫ്സി ആണ്. അത്രക്ക് നല്ല വണ്ടിയാണ്. അത്രക്ക് യാത്ര സുഖമല്ലേ. ശരിയാ. ഞാൻ പറഞ്ഞില്ലേ, നമ്മളെപ്പോഴും കൂടിയ വണ്ടിയിൽ മാത്രമേ ഇതുപോലുള്ള ലോങ് ട്രിപ്പ് പോകാൻ പറ്റത്തുള്ളൂ എന്നുള്ള ആ ചിന്താഗതി മാറ്റണം. ഇത്രയും ദൂരം വരെ ഞങ്ങൾ സഞ്ചരിച്ചിട്ട് നമ്മൾ എന്താ ഹാപ്പിയാണെന്ന് അറിയാവാ. ഇഞ്ചിന് എന്തെങ്കിലും ഒരു തകരാറുണ്ടോ? ഒരു മിസ്സിംഗ് പോലും ഇല്ല. അതാണ് കേട്ടാ. അത്രക്ക് കിടുക്കൻ ഇഞ്ചിനാണ് അവർ കൊടുത്തേക്കുന്നത്. അതെ അതെ, സമ്മതിച്ചു തന്നിരിക്കുന്നത് കേട്ടാ.
പിന്നെ നിങ്ങള് ഇനി വണ്ടി എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതുപോലുള്ള വണ്ടികളൊക്കെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലുള്ള മൈലേജ് ഉണ്ടാവും അല്ലെ, നല്ല മൈലേജ് ഉണ്ടാവും. ഞങ്ങൾക്ക് ഒരു 50 മൈലേജ് എങ്കിലും മിനിമം കിട്ടുന്നുണ്ട് അല്ലെ. അതെ അതെ. നമ്മളിപ്പോ എവിടം വരെ എത്തിയ സ്മര? നമ്മളിപ്പം കാർവാറായിട്ട് പോയിക്കൊണ്ടിരിക്കുവാണ്. ആണല്ലേ. അപ്പൊ നമ്മൾ ഈ കാണുന്ന കാർവാറാണ് കേട്ടോ. പിന്നെ റോഡൊക്കെ അവര് അടിപൊളിയാക്കിക്കൊണ്ടിരിക്കുവാണ് കേട്ടോ. ഒരു രക്ഷയില്ല. നമ്മൾ കേരളത്തിൽ കിടന്നാണ് നമ്മൾ കൂടുതലും ട്രാഫിക് കിടന്ന് അലഞ്ഞത് അല്ലെ. പക്ഷെ അത് കഴിഞ്ഞ് പോയിട്ടെ നമ്മള് എത്ര പെട്ടെന്നാണ് എത്തുന്നതെന്ന് പോലും അറിയത്തില്ല. അതേ പോകുമ്പോഴുള്ള കാഴ്ചകൾ കണ്ട എന്ത് രസമാണെന്ന് നോക്കി. വേണ്ട കാർവാറിലെ ഭംഗിയാണ് നിങ്ങൾ ഈ കാണുന്നത്. സൈഡിലൊക്കെ ചില സ്ഥലത്തൊക്കെ നല്ല പുഴയൊക്കെ ഉണ്ട് അല്ലെ. പുഴയും പിന്നെ അതുകൂടാതെ കാടുകളും. അതിനെക്കാട്ടി ഒരു രസമുണ്ട്. ഇപ്പൊ നമ്മൾ അങ്ങോട്ട് പോകുമ്പോ ഒരു മ്യൂസിയത്തിന്റെ അടുത്ത് ചെല്ലും. ആ നീ ഇവിടെ ഒരു കപ്പലല്ലേ കണ്ടിട്ടുള്ളത്? ഏത് നമ്മുടെ ആലപ്പുഴയില്? ആ ദേ വന്ന് ഇവിടെ അതിനെക്കാട്ടി പെട്ടാറ് സാധനമാണ്. കണ്ടാണ് നമ്മളിപ്പോ പറഞ്ഞ സാധനം. നമ്മളിപ്പോ ഇവിടെ കുറച്ചു നേരം വണ്ടിയൊക്കെ നിർത്തി റെസ്റ്റ് ചെയ്ത് അങ്ങനെ ഷിപ്പും കണ്ട് പ്ലെയിനൊക്കെ കണ്ടിട്ട് എയർപ്ലെയിനൊക്കെ കണ്ടിട്ട് പോകാന്ന് പറഞ്ഞിരിക്കുവാണ് കേട്ടോ. അതെ, അതായത് നേവി നമ്മുടെ ആലപ്പുഴക്ക് കൊടുത്ത പോലെ കർണാടക കൊടുത്ത പിന്നെ കാർവാറിന് കൊടുത്തേക്കോ. ഇത് പാസ് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ഉള്ളിൽ കയറാൻ പറ്റും. ഒരുപാട് ആൾക്കാർ ഇത് കാണാൻ വേണ്ടി വരുന്നുണ്ട് കേട്ടോ. നമുക്ക് സമയത്തിന്റെ കുറവുണ്ട്, നമ്മള് ടയർഡായിട്ടില്ല. പക്ഷെ ഇത് കണ്ടപ്പോ ഭയങ്കര അതിശയം തോന്നി, ഒരുപാട് സന്തോഷം തോന്നി. ആ ഷിപ്പിന്റെ മുകളിൽ നിന്ന് അപ്പുറത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ കടല് കാണാം. അതാണ് ഇവിടുത്തെ പ്രത്യേകത. നേവിയില് ഉപയോഗിച്ചോണ്ടിരുന്ന പിന്നെ ഫ്ലൈറ്റ് ആണ്, വലിയ ഫ്ലൈറ്റ് അല്ല കണ്ടില്ല. അതിങ്ങനെ പഴയതാകുമ്പോഴത്തേക്ക് ഓരോ സ്റ്റേറ്റിന് ഇങ്ങനെ കൊടുക്കും മ്യൂസിയം. അടുത്തൊക്കെ കാണാൻ പറ്റിയതിന് മഹാഭാഗ്യം ഇങ്ങനെ ഒരു കാഴ്ച കേട്ടാ. അങ്ങനെ നമ്മള് ഭയങ്കര ഹാപ്പിയായി. ഇതുപോലുള്ള യാത്രകൾ ചെയ്യുമ്പോൾ പോകുന്ന വഴിക്ക് നമുക്ക് എന്തെല്ലാം കാഴ്ചകളൊക്കെ കണ്ട് എൻജോയ് ചെയ്തിട്ട് പോവാന്നറിയാവാ. ചില സ്ഥലത്തൊക്കെ നമ്മൾ ഇതുപോലെ വണ്ടി ഒക്കെ നിർത്തി റെസ്റ്റ് ഒക്കെ എടുത്തിട്ടാ ഇട്ട് കഴിഞ്ഞപ്പോ അടുത്ത തുരങ്കം അല്ലെ. തുരങ്കം അതായത് നമ്മുടെ മലയുടെ ഉള്ളിൽ കൂടെ ഉള്ള റോഡാണ്. അതായത് കിലോമീറ്റർ കണക്ക് മലയുടെ അടിയിൽ കൂടെ നമ്മളിപ്പോ പോകാൻ പോവാണ് കേട്ടോ. ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് തന്നെ ഇങ്ങനെ ഒരു തുരങ്കത്തിൽ കയറാൻ പോകുന്നത്. എനിക്ക് അത് കാരണം ഭയങ്കര സന്തോഷമാണ് കേട്ടോ. എന്റെ പൊന്നോ, മുമ്പ് നമ്മൾ വരുമ്പോ ഈ തുരങ്കം ഉണ്ടായിരുന്നാ? ഇല്ല, പുതിയതായിട്ട് പണിത തുരങ്കമാണ് കേട്ടോ. അന്നേരമൊക്കെ എനിക്ക് തോന്നുന്നു പണിയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ ഇതൊന്നും വന്നിട്ടില്ല. ഇതൊരു സ്വർഗവാ. നല്ല രസമല്ലേ? ലൈറ്റ് തന്നെ സെറ്റപ്പാണ്. അടിപൊളിയല്ലേ? എങ്ങനെ പറഞ്ഞിരിക്കണമെന്ന് എനിക്കെന്നെ അറിയത്തില്ല. ഞാൻ ഇങ്ങനെ അടിച്ചു പിടിച്ച് ഇങ്ങനെ പുറകിലിങ്ങനെ ഇരിക്കുവാണ്. തുരങ്കം കണ്ടതിന്റെ ആ ഒരു സന്തോഷം പണ്ടത്തെ കാലത്ത് നമ്മള് അല്ല ട്രെയിനിൽ പോകുമ്പോഴാണ് നമ്മൾ ഇതേപോലെ തുരങ്കം കണ്ടത്. പക്ഷെ നമുക്ക് ഇത്ര ഫീല് കിട്ടത്തില്ലല്ലോ. നമ്മൾ 2 വീലറിൽ ഇതിന്റെ ഉള്ളിൽ കൂടെ ഒക്കെ ഇതേപോലെ ഷൈനോർണുണ്ട് നമ്മുടെ പാലക്കാട്. ഈ അടുത്താണ് അത് ഡിക്ലെയർ ചെയ്തത്. ആണല്ലേ. അങ്ങനെ നമ്മള് കാർവാറിലെ തുരങ്കവും കേറി ഇറങ്ങി രണ്ടാമത്തെ തുരങ്കം കയറി. അടുത്ത തുരങ്കം. അത് കഴിഞ്ഞിട്ട് നമ്മള് നമ്മുടെ കാർവാറിലെ ഫിഷ് താലി അല്ലേ? കാർവാറിലെ ഫിഷ് താലി. അങ്ങനെ നമ്മള് ഫിഷ് താലിയൊക്കെ അയിലയാണ് എന്താ തട്ടാൻ പോവാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഫിഷ് ആണ്. ഇടയ്ക്കൊക്കെ ബിരിയാണി മന്തി അല്ലാത്ത സാധനങ്ങളൊക്കെ ഇഷ്ടമുള്ളൂ. തസ്മിയൊക്കെ പിന്നെ ബിരിയാണി മന്തി അതെന്തോ ഒരു ഭാഗം. വേറെ ബിരിയാണിയൊക്കെ നല്ല കിട്ടാനായിട്ടാണെന്ന് എനിക്ക് തോന്നുന്നു. നമ്മളിപ്പോ ഇടയ്ക്കൊന്നും നമ്മൾ എടുത്തില്ല. പിന്നെ ഗോവയിൽ എത്തിയപ്പോഴാണ് നമ്മളിവിടെ എടുത്തത് വീഡിയോ. അപ്പൊ ഗോവയുടെ ചെക്ക് പോസ്റ്റ് അല്ലേ സാറേ? അങ്ങനെ നമ്മൾ ഗോവയുടെ ചെക്ക് പോസ്റ്റ് ഒക്കെ എത്തിയേക്കുവാണ് കേട്ടാ. ഇതാണ് നമ്മുടെ ഗോവയിലേക്ക് നമ്മൾ കഴിഞ്ഞിരിക്കുന്നു. കേരളത്തില് വണ്ടി ആഹാ. ഇനിയാണ് മോളെ പൊളിക്കാൻ പോകുന്നത്. ഗോവയിലെ അതിമനോഹരമായ കാഴ്ചകളൊക്കെ ആയിരിക്കും ഇനി നിങ്ങൾ കാണാതിരിക്കുന്നത്. നമ്മളിത് ഇനി അടുത്ത ചെറിയൊരു കാട് പോലത്തെ സ്ഥലത്തേക്ക്. ആണല്ലേ? അതായത് ഇത് പലോലിയമാണ് കേട്ടോ. ചെറിയൊരു ഫോറസ്റ്റ് മാതിരിയാണ് കേട്ടോ. അടിപൊളി യാത്രയാണ്. അതിന്റെ ഉള്ളിൽ കൂടെ പോയാൽ നല്ല തണുപ്പാണ് കേട്ടോ. നമ്മള് മൂന്നാറിലോട്ട് പോകുന്ന ഫീലില്ല. കേറുമ്പോ തന്നെ മനസ്സിലായില്ല. എന്തായാലും കൊള്ളാം. ഇത് കഴിഞ്ഞ് പറഞ്ഞാൽ ഇനി അടുത്ത വേറൊരു പെടാറ് സംഭവം ഉണ്ട്. ഏതാ? പനാജി. പനാജിയിലെല്ലാം അടിപൊളി ഒരു പാലം വന്നേക്കുന്നത്. നമ്മൾ അങ്ങനെ നമ്മുടെ ഗോവയിലെ പനാജി, ഗോവയിലെ ടൗൺ അല്ലേ പനാജി?
അപ്പൊ നമ്മൾ അതിൽ കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടാ. ഇത് വേറൊരു വൈബാണ്. ഇത് വേറൊരു പൈപ്പാണെന്നല്ല, ഇത് പാതാളത്തിന് വഴി കൂടെ പോകുന്നുണ്ട്. അത്രക്ക് ഇങ്ങനെ വിശാലമായിട്ട് കിടക്കുന്നുണ്ട്. നമ്മുടെ കേരളത്തിലൊക്കെ ഇങ്ങനെയൊക്കെ ഒരു പാലം വരുവാ, സങ്കല്പിക്കാൻ പറ്റുവാ. വരുന്നുണ്ട് കേട്ടോ, ഇന്നോട്ടനെ വരും കേട്ടോ. എന്ത് തന്നെയാണെങ്കിലും അടിപൊളിയാണല്ലേ സാറേ. സൂപ്പർ. ഈ നൈറ്റ് ഒക്കെ ആയപ്പോഴേ ഒന്നും കൂടെ സെറ്റപ്പ്. ഈ പാലം തീരണം, അന്നേരം അടുത്തൊരു പാലം ഉണ്ടോ, അതാണ് മറ്റേ രണ്ട് സൈഡിൽ പാലം അല്ലേ. അതിന്റെ നമ്മളൊരു വീഡിയോസ് എടുക്കും കേട്ടാ, നമ്മളത് നമുക്ക് സെറ്റ് ചെയ്യാം കേട്ടോ. അതിന്റെ ഒരു വീഡിയോ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും കേട്ടാ. ഇപ്പം നമ്മൾ അതിനിപ്പുറത്തോടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഈ ലൈറ്റ് സെറ്റപ്പ് ഒക്കെ ചെയ്തതിന്റെ പാലത്തിന്റെ ഉള്ളിൽ കൂടെ പോകുമ്പോഴത്തേക്ക് നമുക്ക് പറഞ്ഞറിയിക്കാൻ വയ്യാത്ത ഒരു സന്തോഷം. പറന്ന് പോകുന്ന പോലാണ് ഒരു ഫീല് കിട്ടുന്നത്. എന്തായാലും ഒരു കാര്യം ഞങ്ങൾക്ക് ഹാപ്പിയായി, ഞങ്ങളിപ്പം ഗോവയില് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അതായത് 850 കിലോമീറ്ററും കഴിഞ്ഞാണ് ഇപ്പൊ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. പറ്റുന്നുണ്ടോ? അത്രയൊക്കെ നമ്മള് നല്ല സുഖമായിരുന്നു, യാത്രയൊക്കെ സുഖമായിരുന്നു. ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല, ഞങ്ങൾ ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ട് ഇവിടം വരെ എത്തി കേട്ടോ. എന്നാലും ഒരു നന്ദി ഞങ്ങൾ പറയുവാണ് ഈ യമഹ FC മാനുഫാക്ചർ ചെയ്ത ആ എഞ്ചിനീയറിനോട് അല്ലെ. വളരെ 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 ഭയങ്കര ഇതുപോലെ ഈ ഒരു വാഹനം പോകാതെ തന്നതിന് ഒരുപാട് നന്ദിയും കടപ്പാട്. അടുത്ത പാലത്തിന്റെ അകത്തോടെ ഇങ്ങനെ കേറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇനി വേറൊരു പാലമുണ്ട്, ഈ ഫേമസ് പാലം, അത് നിങ്ങളെ അതാണ് വരുന്നത്. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അടുത്ത വീഡിയോ കാണുന്നവരേക്കും ടാറ്റാ ബൈ ബൈ, സീ യു.